ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂന്നാർക്ക് വന്ന് നോക്കി നോക്കുമ്പോൾ ഞങ്ങൾ താമസിച്ചൊരു ഹോം സ്റ്റേനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ താമസിച്ചതിന് ശേഷം അവിടുത്തെ എല്ലാതും പറ്റി ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഇത് ആനക്കുളത്താണ് കേട്ടോ ഉള്ളത്. മൂന്നാറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് മാപ്പ് നേരെ കാണും. ആനക്കുളത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് പോന്നാൽ മാത്രം മതി, നടന്നിട്ട് ഇങ്ങോട്ട് വരാനുള്ള അത്രയും ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ 2 ടെൻറ്റും ഒക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ളതും തൊട്ടടുത്ത് അരുവിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ റിവർ ബെഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യാനും പിന്നെ കുക്കിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം അതുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ ഞാനിതിലെല്ലതും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനക്കുളമാണ് ഇതിന് മെയിൻ. ഇവിടുന്ന് എത്ര ദൂരത്താണെങ്കിൽ പോലും അവിടുന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് ഈ ആനക്കുളത്ത് വന്ന് നിന്ന് ആ കാട്ടിൽ നിന്ന് ആനകൾ ഇറങ്ങി വന്ന് വെള്ളം കുടിച്ച് പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനൊക്കെ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പുറമെ അരുവിയുണ്ട് തൊട്ടടുത്ത്. അവിടെ കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്കാണെങ്കിലും അന്നത്തെ ദിവസം നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ മാത്രം ഫാമിലി. അപ്പോൾ അത് കാരണം ഇഷ്ടം പോലെ വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലുള്ള സ്പേസാണ്. അപ്പോൾ ഇതാ 2 ടെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ടെൻറ്റിൻ്റെ ഉള്ളിലും അത്യാവശ്യം 2-3 ആൾക്ക് എടുക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടാണ്, നമുക്ക് നല്ലൊരു സന്തോഷമായി, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ അവിടുത്തെ ഇന്നത്തെ വിശേഷം കാര്യങ്ങൾ ഫുള്ള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇഷ്ടമാവും എന്തായാലും ഒന്ന് കണ്ടു നോക്കി. ഞങ്ങൾ രാത്രി വരുന്ന ടൈമിൽ ഇതാ ആനക്കുളത്ത് എത്തി നോക്കി നോക്കുമ്പോൾ അവിടെ ആനകൾ വെള്ളം കുടിക്കുന്നതായിട്ട് നേരിട്ട് കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളിത് അവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ആനേനെ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ നമ്മൾ റിവർ ബെഡ് എന്ന് നമ്മളെടുത്ത ഹോം സ്റ്റേൻ്റെ അടുത്ത് കിട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ആനേനെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് നോക്കി നോക്കുമ്പോൾ നൈറ്റായി കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുട്ടികളൊക്കെ കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി നീട്ടിട്ടോ ലൈറ്റൊക്കെ കണ്ട് നോക്കി നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ആംബിയൻസ് ആയിരുന്നു, നല്ലൊരു വൈബാട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നൈറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോഴത്തെ വീടുകളും പുറത്തേക്കൊന്നും നമുക്ക് ക്ലിയർ ഇല്ലാത്ത കാരണം കൊണ്ട് പെടുത്തില്ല. ഉറങ്ങിയിരുന്ന ആളുകളൊക്കെ ചാടി എണീറ്റിട്ടുണ്ട് കേട്ടോ ലൈറ്റൊക്കെ കണ്ടപ്പോൾ. മക്കൾ ഹാപ്പിയായി. അപ്പോൾ രാത്രിയാണോ എന്നൊന്നും നോക്കില്ല, നമ്മളിവിടെ എത്തുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കളിക്കാനും ഊഞ്ഞാലിൽ കയറലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ടൈം പിന്നെ ആന വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാണാനും അവർ നടന്നു പോയിട്ടുണ്ട്. പിന്നെ ഇവരെന്നെ നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തരും ചെയ്യും കേട്ടോ. അതിനൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാ നല്ലൊരു അടിപൊളി ആംബിയൻസ്, നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ എന്തായാലും. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കി നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു മഞ്ഞുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം ഒരു തണുപ്പുള്ളൊരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. അതിപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് അങ്ങനെ ആവുമല്ലോ. കുട്ടികൾ അതൊന്നും വകവെക്കാണ്ട് പുറത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അവർക്ക് എന്തായാലും നല്ലൊരു ഫ്രീഡാണ് അവർക്ക് കിട്ടുന്നത്. നമ്മൾ വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ വേറെ ഒരാളിരിക്കും, അവർക്ക് കളിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇവിടെ ഇല്ലല്ലോ. നമ്മൾ ഇവിടെ വന്ന ദിവസം നമ്മൾ മാത്രം. അപ്പം നമ്മൾക്ക് ഫ്രീഡാണ് ഇവിടെ കളിക്കാനായാലും കുട്ടികൾക്കായാലും ഒക്കെ നല്ല സുഖമായിട്ട് അവർക്ക് കളിക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മളെ പോലെ സാധാരണക്കാരായാലും അവർ എല്ലാവരും ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റേ ചെയ്യാനും അതിന് റേറ്റ് നമുക്ക് ഒതുങ്ങിയ റേറ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹോം സ്റ്റേ കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലാസ്റ്റ് കൊടുക്കണ നമ്പർ, അതൊക്കെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഡോർ തുറന്ന് നമുക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എക്സ്ട്രാ ബെഡ് എത്ര ആൾ വന്നാലും 10-16 ആൾ ഉണ്ടെങ്കിൽ നമുക്ക് കിടക്കാം. നമ്മൾ പിന്നെ ഫാമിലി ആയ കാരണം നമുക്ക് എങ്ങനെ കിടക്കാമല്ലോ. 2 റൂമും ഉണ്ട്. പിന്നെ കുട്ടികൾക്കായാലും ഒക്കെ കിടക്കാൻ നല്ല വിശാലമായിട്ട് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്കിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. ഞങ്ങൾ എല്ലാതും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പുറത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉള്ള കാരണം കൊണ്ട് നല്ല സൗകര്യങ്ങളാണല്ലോ. അപ്പോൾ ഇവിടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു റൂമാണ് കേട്ടോ. നമ്മൾ മോള് നീറ്റിട്ടൊന്നുമില്ല, രാവിലെ നീറ്റിട്ടില്ല. പക്ഷേ അവരെല്ലാതും കഴിഞ്ഞാൽ നമുക്ക് ഇനി വീഡിയോ എടുക്കാൻ പറ്റാതെ പോയെങ്കിലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. അത്യാവശ്യം കിടക്കാനുള്ള വലിയൊരു ബെഡൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം ക്ലീൻ, നല്ല വൃത്തിയുള്ള നീറ്റായ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാരണം കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ എടുത്തത് വീഡിയോ കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണോ എന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇനി വരുന്ന ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് അടുത്തൊരു ബെഡാണ് കേട്ടോ. അത് അടുത്ത റൂമാണ്. അതിൽ 2 കട്ടിലും ബെഡൊക്കെ ഉണ്ട്. പിന്നെ ലഗേജൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൂം കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ മെയിനായിട്ട് ഇതിവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചണിൽ നിങ്ങൾ ഇനി പെട്ടെന്ന് വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള പാത്രങ്ങളും പഞ്ചസാര ചായപ്പൊടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റും. പ്ലേറ്റ് കാര്യങ്ങൾ ഗ്ലാസ് ഇതൊന്നും നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും നല്ല കാര്യമായിട്ട് തോന്നിയിട്ടോ. പക്ഷേ നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ പുറത്തൊരു ബാത്റൂം കൂടി ഉണ്ട്. എന്തായാലും എല്ലാവർക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബാക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിൽ മരങ്ങളെ ഒക്കെ ആയിട്ട് കിളികളെ സൗണ്ടും എന്തായാലും നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കാമല്ലേ, കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ കുട്ടികളൊക്കെ പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ കളിക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പോയി നോക്കി നോക്കാം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സൗകര്യം കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അതാ പറഞ്ഞ പോലെ 4 പുറം മരങ്ങളും കിളികളെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ സംഭവം ഇവിടെ. അങ്ങനെ ഇതാ നമ്മളെ കൂടെയുള്ള ഒരു കുട്ടി ഇതാ കുഞ്ഞു കുട്ടിയൊക്കെ നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവനിക്കൊക്കെ ഇവിടെ അങ്ങനെ ഇവർ കളിക്കണൊക്കെ കാണുമ്പോൾ നല്ലോണം നോക്കി നിൽക്കണ കണ്ടിട്ടാ. കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഊഞ്ഞാലയിലായാലും മാറി മാറിയിട്ടൊക്കെ കളിക്കുന്നുണ്ട്. അവർ മെയിനായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇനി ഇവിടുത്തെ കളി കഴിഞ്ഞിട്ട് വേണം. അരുവി ഉണ്ട് ഇവിടെ തൊട്ട് നമ്മളെ ഈ ടെൻറ്റിൻ്റെ തൊട്ട് പുറത്തായിട്ട് അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അവിടെ വെള്ളം പോണുണ്ട് കേട്ടോ. അപ്പോൾ അതുക്കും പോകാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കളിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടോ, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ വന്ന വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം 2-3 വണ്ടി വന്നാലൊക്കെ നിർത്തിയിടാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഇതാ നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് അതാ അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അരുവിയിലേക്കൊക്കെ ഇറങ്ങി മുഖം കഴുകി നല്ല തണുത്ത വെള്ളം കേട്ടോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് സംഭവം. ഇവിടെ ഇരുന്നിട്ട് നമുക്കിതാ കാഴ്ചകളൊക്കെ കാണാനും ചായ കുടിക്കാനൊക്കെ പറ്റും. കണ്ടോ ടെൻറ്റിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു അരുവി വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിപ്പോവും. ഇനി ഇപ്പുറത്തെ സൈഡിലാണ് ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കുളിക്കാനായാലും കുട്ടികൾക്ക് നിന്ന് കളിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പത്തിന് ഇതിവിടെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഇതാ മൈക്കൊക്കെ ആയിട്ട് വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു പാട്ടൊക്കെ പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ നല്ല സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ മീനുകളൊക്കെ അതാ ഈ അരുവിയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് വേറെ കാണാനുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടാൻ നിൽക്കുന്നത് നമ്മുടെ മുത്തത് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ആടൊന്നും ഇല്ല കേട്ടോ അവിടെ. നല്ല ഇറങ്ങാനൊക്കെ പറ്റിയിട്ടുള്ള പാകത്തിന് സ്പേസ് തന്നെയാണ്. പിന്നെ ഇതാ ഇപ്പുറത്തെ സൈഡ് അവർ നിൽക്കുന്നതിൻ്റെ അവിടെ ക്യാമ്പ് ഫയറിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. അത് കാരണം കൊണ്ട് കുട്ടികളൊക്കെ ആകെ ടയർഡായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഉറക്കത്തിലേക്ക് പെട്ടുപോയി. അത് കാരണം പിന്നെ നമ്മൾ ചെയ്തില്ല. കുട്ടികൾക്ക് അതിന് നേരത്തെ കാണണം എന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഉണർത്താനൊന്നും നിന്നില്ല. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റപ്പ് എല്ലാതും നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും അവരൊക്കെ റെഡിയാക്കി തരും കേട്ടോ. പിന്നെ എന്തിനും ഏതിനും നമുക്ക് ആവശ്യമുണ്ട് വെച്ചെങ്കിൽ പറഞ്ഞാൽ അതെല്ലാം അവർ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്ത് റെഡിയാക്കി തരും. അങ്ങനെ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി നോക്കിയതാണ്. നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ. നമ്മൾ അടിയിലത്തെ കല്ലുകളടക്കം കാണുന്നത് തെളിഞ്ഞ നല്ല വെള്ളമാണ്. അപ്പം ഇനി അവരിങ്ങനെ അടുത്തതായിട്ട് പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുന്നുണ്ട്. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മടക്കുവാൻ ആകാത്ത വിധമുള്ളതായ എല്ലാം ആലംബടങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആലംബമൃത കല്യാണം. അപ്പോൾ പിന്നെ ഇതാ അടുത്തത് അവർ വെള്ളത്തിൽ കളിക്കണം എന്നും പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഇപ്പുറത്തെ സൈഡത്തെ കൂടി നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. എത്ര വീഡിയോ എടുത്താലും പിന്നെ അങ്ങോട്ട് തന്നെ പോകാം കേട്ടോ. നല്ല അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി ഞാൻ എടുത്തതാണ് കേട്ടോ. ടെൻറ്റിൻ്റെ തൊട്ടടുത്ത് അരുവായത് കാരണം ഉറങ്ങുന്ന സമയത്തായാലും നല്ലോണം ഇങ്ങോട്ടൊക്കെ നല്ലോണം അരുവിയിൽ നിന്ന് പോകുന്ന വെള്ളത്തിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ടെൻറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കാം. ഫസ്റ്റ് ആദ്യം തന്നെ ഇതാ നമുക്ക് ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടുള്ളത്. 2 ടെൻറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. എന്തായാലും നല്ല ബെഡ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ടൊന്ന് കണ്ട് നോക്കി നോക്കാം. അപ്പോൾ ഇതുപോലെ സിബൊക്കെ തുറന്നിട്ട് നോക്കിയൊക്കെ ഉണ്ട്. കുട്ടികൾ കളിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ ഇതുപോലെ ഒരു ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്.
തലനുണ്ട്, പുതപ്പുണ്ട്, കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നല്ലോണം 2-3 ആൾക്കും ഒക്കെ കിടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് സംഭവം. എന്തായാലും ഇതാണ് ടെൻറ്റിൻ്റെ ഉള്ളത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾ ഇത് അവിടെ അരുവിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി വെക്കാം. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നതിൽ അവർക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട്, കുട്ടികളായാലും വലിയവരായാലും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്, തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഉയർന്നു പോകുന്നുണ്ട് കേട്ടോ. അരുവിയുടെ ഒരു ഭംഗി അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മേലെ ഒരു പാറ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ഉണ്ട് കേട്ടോ. ഇത്തിരി കൂടി വെള്ളമുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി വെള്ളത്തിലുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും കുട്ടികൾക്കായാലും വലിയവർക്കായാലും അത്യാവശ്യം നീന്താനുള്ള ഒരു വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ മക്കൾ നല്ലോണം ഹാപ്പി ആയിട്ടുണ്ട്, എന്തായാലും നല്ല കളിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നല്ല പ്രൈവസി നമുക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ മാത്രമാണ് അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാവുക താമസിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കാരണം നമ്മൾ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഇനിയിപ്പോൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇറങ്ങാട്ടോ. അടിപൊളിയായിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഹാപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. എല്ലാവർക്കും നല്ലോണം സന്തോഷമായിട്ടുണ്ട്, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ സംഭവം ഇവിടെ. അപ്പോൾ ലാസ്റ്റ് അവരെ കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിടിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ഞങ്ങളിത് അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അപ്പം ഇനി എന്തെങ്കിലും കുറവുകളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഹാപ്പിയാണ്, കുട്ടികളായാലും ഒക്കെ. നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിലൊക്കെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാം. അതിന് വേണ്ടി ഇനി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയേണ്ടില്ല ഒന്നും കൂടി, ഇത് പ്രമോഷൻ വീഡിയോ അല്ല കേട്ടോ. അത്ര ഇഷ്ടപ്പെട്ട കാര്യം കൊണ്ട് മാത്രം ഞങ്ങൾ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് താമസിച്ച് പോകാനും നമുക്ക് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് താമസിച്ച് പോകാൻ പറ്റും നല്ലൊരു അടിപൊളി വൈബ് സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആണ്. അതുവരെയൊക്കെ അസ്സലാമു അലൈക്കും.